വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണത്തിൽ പോലും അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ അത് CPM ആണ് ഈ കള്ളവോട്ടുകൾ ചെയ്യുന്നത് എന്ന ആക്ഷേപം അടൂർ പ്രകാശ് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെയാണ് രണ്ട് പാർട്ടികളും ഈ SIR എന്ന് പറയുന്ന പ്രോസസ്സിനെ എതിർക്കുന്നത്. ആ എതിർക്കുന്നത് ഈ കള്ളവോട്ടിൻ്റെ പ്രശ്നത്തിലോ വോട്ട് വെട്ടിമാറ്റുന്ന പ്രശ്നത്തിലല്ല, ടാർഗറ്റഡായി ആളുകളെ ചേർക്കുന്നു, ടാർഗറ്റഡായി ആളുകളെ നീക്കുന്നു എന്ന ഒരു വിഷയം, ബീഹാറിൽ ഉയർന്നു വന്ന വിഷയം കേരളത്തിലും ഉണ്ടാവുമെന്ന ആശങ്കയിലാണോ? അല്ല, നോക്കൂ, അടൂർ പ്രകാശ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാനതൊരു സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളല്ല. കാര്യം അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും പറയാതെ സാധാരണഗതിയിൽ ഒരാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന സമയം തെരഞ്ഞെടുപ്പ് ഇങ്ങനെയുള്ളൊരു CPM കള്ളവോട്ട് ചേർക്കുന്നു എന്നൊരു വാദം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം 2 പ്രാവശ്യം MP ആയിട്ടിരുന്ന ഒരാളാണ് അവിടെ. രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 5 വർഷം നിന്ന ഒരാളാണ്. അതിനിടയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ കൂടി ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാനിരിക്കുകയല്ല ഇവിടുത്തെ ജനങ്ങൾ. അത് അടൂർ പ്രകാശ് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുപോലെ ഞാൻ കണക്കാക്കുന്നു. ഇത്രയും 1,00,000-ൽ പരം വോട്ടുകളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എവിടെ പോയി? അതവിടെ നിൽക്കട്ടെ, അത് ഒരു രാഷ്ട്രീയ ആരോപണമാണ്. പക്ഷേ മറ്റേത് ഈ പറയുന്ന ബീഹാറുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നതിനകത്ത് കുറേ വസ്തുതകൾ നമ്മുടെ മുന്നിൽ വന്നു. നോക്കൂ, ബീഹാറിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും മരിച്ചു എന്ന് പറഞ്ഞ് പുറത്താക്കിയ ഒരാൾ അദ്ദേഹത്തെ സുപ്രീം കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്തത്. പേരും പറഞ്ഞു, അദ്ദേഹം വാദിച്ച അദ്ദേഹം സെഫോളജിസ്റ്റ് ആയിരുന്ന മനുഷ്യൻ യോഗേന്ദ്ര യാദവ്. സോറി ഫോർ ദ ഡിലേ. യോഗേന്ദ്ര യാദവ് തന്നെ അദ്ദേഹത്തിനെ ഹാജരാക്കുകയാണ് ചെയ്തത്. അപ്പോൾ സുപ്രീം കോടതിക്ക് പോലും മനസ്സിലാക്കുന്ന രീതിയിൽ, മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു എലിമിനേഷൻ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. കാര്യം 52 ലക്ഷം ആൾക്കാരെയാണ് അവിടുന്ന് പുറത്തു പോയത്. ആ പുറത്തു പോയത് നമുക്ക് അസ്വാഭാവികമായി തോന്നുന്നതിന് കാരണം, ഒന്ന്, ഈ രാഹുൽ ഗാന്ധിയുടെ പിന്നീട് വന്ന ഇടപെടലും കൂടെ ചേർത്ത് നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ആ വിഷയത്തിലുള്ള അതിഗംഭീരമായ ഇടപെടൽ, ഞാനത് 1-2 ഇടത്ത് സംസാരിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം അതിനകത്ത് വളരെ കാര്യക്ഷമമായി ഇടപെട്ട് നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ അവരുടെ അഡ്രസ്സ് അല്ലെങ്കിൽ പേര് ഇതുമായി ഒക്കെ ബന്ധപ്പെട്ട സംശയത്തിൻ്റെ ഒരു വലിയ പാൻഡോര ബോക്സ് തന്നെ തുറന്നപ്പം ഇലക്ഷൻ കമ്മീഷന് യഥാർത്ഥത്തിൽ വലിയ മറുപടികളില്ലാതെ ഇലക്ഷൻ കമ്മീഷൻ ഒരു സബ്മിസീവ് സ്റ്റേജിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു പ്രോപ്പർ റീസണിങ്, ഇപ്പോൾ പറഞ്ഞാൽ BJPയെ കൺവിൻസ് ചെയ്യുന്ന ഒരു റീസൺ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും, BJPയുടെ റീസൺ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ സബ്സ്റ്റാൻഷ്യലി നമുക്ക് സാധാരണ ജനങ്ങൾ, ഇമ്പാർഷ്യലായിട്ട് നിൽക്കുന്നവർ, അടുത്ത പൊളിറ്റിക്കൽ യൂണിറ്റിൽ നിൽക്കുന്നവർ, ഇവർക്കൊക്കെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലൊരു മറുപടി യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷന് പോലും പറയാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. അത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, ഇവിടുത്തെ അനൂപ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വളരെ നിഗൂഢമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് സംശയിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് എവിടെ നിന്നൊക്കെ വോട്ട് വരുന്നു, ആൾക്കാർ വന്നു ചേർക്കുന്നു, വോട്ട് ചെയ്യുന്നു, പോകുന്നു, ജയിക്കുന്നു. എന്നിട്ട് BJPയുടെ സംസ്ഥാന വക്താവ് അദ്ദേഹം ഒരിക്കൽ പറയാണ്, നമ്മൾ കാശ്മീരിൽ നിന്ന് വരെ ആൾക്കാരെ കൊണ്ടുവന്ന് ചേർത്ത് ആയാലും ജയിപ്പിക്കും, അത് ഞങ്ങളുടെ മിടുക്കാണെന്ന് പറയുകയും കൂടി ചെയ്യുന്നു. അവിടെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെ അങ്ങനെ വരുമ്പോഴാണ് ഇതിനകത്ത് പ്രശ്നം. അവിടെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 20 മണ്ഡലമുള്ള കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പുറത്തു നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് ചേർത്ത ശേഷം ഒരു മണ്ഡലം ജയിക്കുകയാണെങ്കിൽ ആ ഒരു മണ്ഡലത്തിലെ പ്രവർത്തനം കൊണ്ട് അവർക്ക് വികസിക്കാൻ പറ്റും. ഒന്നുമില്ലാത്ത ഒരു സീറ്റ് ഉണ്ടെന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഒരു MP റെപ്രസെൻറ്റ് ചെയ്യുന്ന 7 നിയമസഭാ സീറ്റുകളെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രവർത്തനം നടത്താനായിട്ടുള്ള കഴിയുകയും ചെയ്യും. അപ്പം ഇവിടെ ഞാൻ എപ്പിസോഡ് എടുത്ത് വായിച്ചാൽ, ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിലും അവരുടെ റെസ്പോൺസും റിപ്ലൈയും കാണുമ്പോൾ അവർ പറയുന്ന പല കാര്യത്തിനും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പോലും അല്ല കേട്ടോ, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി റിപ്പോർട്ടിംഗ് ടു ദ ഗവർണർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യാബിനറ്റിനും മിനിസ്ട്രിക്കകത്തോ അതിന് റോളില്ല. അതിനെ മറ്റേ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ചേർത്ത് ഞാൻ വായിക്കാൻ തയ്യാറല്ല, കാര്യം അത് തെറ്റായ ഒരു ഇൻ്റർപ്രിട്ടേഷനായി പോകും. പക്ഷേ അൾട്ടിമേറ്റ്ലി നടക്കുന്നത് ആരുടെ വിഷയാണെന്നുള്ളതാണ്. ഗവർണറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവിടുന്ന് വരുന്നു കാര്യങ്ങൾ. ഇലക്ഷൻ കമ്മീഷൻ്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റെസ്പോൺസ് പോലും കൺവിൻസിങ് അല്ല. ഐ എം നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അക്രോസ് ദ കൺട്രി ഫോർ ഷുവർ.